പഠിച്ചു തുടങ്ങണോ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പഠിച്ചു തുടങ്ങിയോ, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഇപ്പം നിങ്ങളുടെ എല്ലാവരും ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുന്നത് അല്ലേ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ടൈം ടേബിളൊക്കെ വന്ന സമയത്ത് നീ എവിടെ എത്തി, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ ഇത്രയും പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇനിയും സമയമുണ്ട്, നമുക്ക് എക്സാം ടൈമിൽ ലാസ്റ്റ് ടൈമിലുള്ള റിവിഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മതിയാവും, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ പഠിച്ചാൽ തന്നെ റെഡിയാവും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾ ഇനിയും ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളത്. അപ്പം ഇനിയും പഠിച്ചു തുടങ്ങിയോ അല്ലെങ്കിൽ ഇപ്പോഴേ പഠിക്കണോ എന്ന് പറയുന്നൊരു ചോദ്യത്തിന് ഇനി ഇവിടെ പ്രസക്തിയില്ല. നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും നേരത്തെ നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നോ അത്രയും നേരത്തെ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കാരണം നമ്മൾ എത്ര നേരത്തെ പഠിക്കുന്നോ അത്രയും നമ്മൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിവിഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റും, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനൊക്കെ നമുക്ക് സമയം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, വൺസ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് ചാപ്റ്റർ നമ്മൾ ഒന്ന് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ ചാപ്റ്റർ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് അധികം വരുന്നുണ്ട്, വെയിറ്റേജ് അനുസരിച്ചൊക്കെ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചു കഴിയണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ച് തീർക്കുക. ഓക്കെ, കാരണം ഇപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ബാച്ചിലുള്ള മക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നവംബർ 15 കൂടിയിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാകും. അതിനുശേഷം പിന്നെ നമ്മൾ റിവിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ കുട്ടികൾ ഇതുവരെ അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാരണം നമ്മുടെ ബാച്ചിലെ ലൈവ് ക്ലാസ്സുകളെല്ലാം നവംബർ 15 ആവുന്നതോട് കൂടിയിട്ട് കംപ്ലീറ്റ് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തുണ്ടാകും, ഓൾറെഡി ഉള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. ആ ക്ലാസ്സുകൾ ചാപ്റ്റർ ഒട്ടും അറിയാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 1.5x 2x ഇട്ടിട്ട് ആ ക്ലാസ് എത്രയും പെട്ടെന്ന് നിങ്ങൾ കണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് അറിയാം, കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി വരുത്താനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് നോക്കിയിട്ട് ആ ചാപ്റ്റർ ഒന്ന് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ നോട്ട്സ് വെച്ച് റിവൈസ് ചെയ്തു അങ്ങനെ നിങ്ങൾ ക്ലാസ് വെച്ചിട്ട് മിനിമം നിങ്ങളൊരു നവംബർ 30 ആവുമ്പോഴേക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് എൻ്റെ കുട്ടികൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ, നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഡ്രീം ചെയ്തിട്ടുണ്ടാവും അല്ലേ, നിങ്ങളുടെ ഓണം എക്സാം കഴിഞ്ഞ സമയത്ത് ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നല്ല രീതിക്ക് തന്നെ എനിക്ക് പഠിക്കണം, നല്ല മാർക്സ് തന്നെ വാങ്ങിക്കണം, ഈ ഒരു ഡ്രീമൊക്കെ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എക്സാമിനെങ്കിലും ശരിയാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നവംബർ 30 എൻ്റെ കുട്ടികൾക്ക് നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനുശേഷമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, റിവിഷനൊക്കെ ചെയ്ത് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ നമ്മുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ച് ഉണ്ട്. അപ്പം ക്ലാസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതുമുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊന്നും ചെയ്യാതെ അവസാനം ഇരുന്നിട്ട് ബസ് എനിക്ക് പഠിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല, എനിക്ക് പഠിക്കാൻ എഴുതാൻ പറ്റിയില്ല, മാർക്ക് കുറഞ്ഞു, ഇതൊന്നും പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഹെൽപ്ലെസ് ആവും. ഓക്കെ, അപ്പം നിങ്ങളെ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി ഇടാതിരിക്കുക. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക മക്കളെ. താല്പര്യമുള്ള മക്കൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. വേഗം തന്നെ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ക്ലാസ്സുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് 2x 1x ഒക്കെ ഇട്ടിട്ട് നോട്ട്സ് വായിച്ചിട്ടോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടോ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ചെയ്ത് തീർക്കാനുള്ളതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് എത്രയും പെട്ടെന്ന് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, പഠിച്ച് തീർക്കുക. നവംബർ 30 എന്ന് പറയുന്ന ഒരു ഡേറ്റ് നിങ്ങൾ ടാർഗറ്റ് വെച്ച് എത്രയും പെട്ടെന്ന് നിങ്ങൾ പഠിച്ച് തീർക്കുന്നോ അത്രയും എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സാമിന് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം.